അപ്പോൾ കല്യാണം കഴിച്ചതാവട്ടെ കഴിക്കാത്തതാവട്ടെ പല പെണ്ണുങ്ങളും, പക്ഷേ ഇതിൽ കല്യാണം കഴിക്കാത്തൊരു പെൺകുട്ടി പറയാം, പക്ഷേ കല്യാണം കഴിച്ച പെൺകുട്ടികൾ പോലും പലരും അവർ ആഗ്രഹിക്കാതെ തന്നെ അവർ പ്രഗ്നൻ്റ് ആവുന്നുണ്ട്. അപ്പം അതിനെക്കുറിച്ചിട്ട് അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കാരണം ഞാൻ ചെറുതിലെ മീൻസ് പ്ലസ് 2 കഴിഞ്ഞ സമയത്ത് കല്യാണം കഴിഞ്ഞ് പ്രഗ്നൻ്റ് ആയ ഒരു പെൺകുട്ടിയാണ്. കാരണം ജീവിതത്തിന് പറ്റിയിട്ട് ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന, അത് കല്യാണം കഴിയാത്ത പെൺകുട്ടി പ്രഗ്നൻ്റ് ആയി, ഞാൻ കല്യാണം കഴിഞ്ഞ ശേഷം പ്രഗ്നൻ്റ് ആയി എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ പലപ്പോഴും ഇതൊക്കെ വെച്ച് ആൾക്കാർ ചിലപ്പോൾ ഇനിയിപ്പോൾ ഇതൊക്കെ പുറത്തു വരുമ്പോൾ വേറെ പല രീതിയിലായിരിക്കും സംസാരിക്കാറ്. ഞാനതിൽ ഇതല്ല പിന്നെ അല്ല, ഐ ഡോണ്ട് കെയർ അബൌട്ട് ദാറ്റ് എന്നാ പറയുന്നത്. ഇനിയിപ്പോൾ അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും കമൻസ് വന്നാൽ പോലും. അപ്പം ഒരു പെൺകുട്ടി ഗർഭിണിയാവുന്നത് അവൾ ആഗ്രഹിച്ചിട്ട് വേണം. അത് ഞാൻ എവിടെയും ഒരു സ്ഥലത്തും കണ്ടിട്ടില്ല. അങ്ങനെ ഒരു സപ്പോർട്ട് ഒരു സിനിമയിലോ അല്ലെങ്കിൽ ആരെങ്കിലും എവിടെയെങ്കിലും പറയുന്നത്. ഈവൻ ഫെമിനിസ്റ്റുകൾ പോലും അങ്ങനെയൊന്നും പറഞ്ഞ് എവിടെയും ഞാൻ കേട്ടില്ല. അപ്പം അതെനിക്ക് ഭയങ്കരമായിട്ട്, ഫെമിനിസ്റ്റ് എന്ന് പറയുന്ന ആൾക്കാർ പോലും അവർക്ക് പോലും ഇങ്ങനെ ഒരു സപ്പോർട്ട് കൊടുക്കാനായിട്ട്. അപ്പം ചില സാഹചര്യങ്ങളിൽ നമ്മളുടെ നിയമം അബോർഷനെ അനുവദിക്കില്ല, പക്ഷെ ആ പെൺകുട്ടിക്ക് ആ കുഞ്ഞിനെ വേണ്ട എന്നുള്ളൊരു അവസ്ഥയിൽ അങ്ങനത്തേക്ക് ഒരു ഭയങ്കര നിസ്സഹായ അവസ്ഥയൊക്കെ മിക്ക പെണ്ണുങ്ങളും പലരും പൂർണ്ണമായിട്ട് അവർ തയ്യാറെടുത്തിട്ടൊന്നും അല്ല പ്രഗ്നൻ്റ് ആവുന്നത്. അപ്പം അങ്ങനെ ഒരു വിഷയത്തിനെ കുറിച്ചിട്ട് സിനിമ കണ്ടാൽ മാത്രമേ അതെന്താണ്, എങ്ങനെയാണ്, ഏത് സാഹചര്യത്തിലാണെന്നൊക്കെ മനസ്സിലാവുള്ളൂ. അതിനെക്കുറിച്ചിട്ട് ഭയങ്കര ഒരു സംഭവം അതിൽ നടക്കുന്നുണ്ട്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കാരണം ഞാൻ ഉൾപ്പെടെ ഇപ്പം ഇങ്ങനെ ഒരു സിനിമ വന്നപ്പോൾ ഞാനിതിപ്പോൾ പുറത്ത് പറയുന്നു എന്നതുൾപ്പെടെ, പക്ഷേ ഞാൻ എൻ്റെ കുഞ്ഞിനെ പൊന്നുപോലെ കൊണ്ടു നടക്കുന്നു, നോക്കുന്നു, ഇത്രയും വർഷം അവനെ വളർത്തി. പക്ഷേ അതിലുപരി ഒരുപാട് സ്ത്രീകൾ ചിലപ്പം പഠിക്കാനായിട്ടോ ജോലി കാര്യം കൊണ്ടോ അവരുടെ ഹെൽത്ത് വൈസ് എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ടോ പക്ഷേ പ്രഗ്നൻസി അവർ ആഗ്രഹിക്കാഞ്ഞിട്ട് പോലും അവർ കൊണ്ടു നടക്കേണ്ട അവസ്ഥ വരുന്നുണ്ട്, പ്രസവിക്കേണ്ട അവസ്ഥ വരുന്നുണ്ട്. അതിനെക്കുറിച്ചിട്ട് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സംസ്ഥാന സർക്കാരിനെതിരെ എന്നൊക്കെ ഉള്ളതിലുപരി എനിക്ക് ആ വിഷയം ഭയങ്കരമായിട്ട് മൈൻഡിലൊന്ന് വ്യത്യസ്തമായിട്ടുള്ള, ഞാൻ വിചാരിച്ച ചിന്താമണി കൊലക്കേസൊക്കെ പോലെ ആയിരിക്കും എന്ന് ചിന്തിച്ചു. പക്ഷെ അങ്ങനെയല്ല, അതും ഇതും എൻ്റെ ഡിഫറെൻ്റ് ആണ്. അവരുടെ ഇതൊക്കെ കണ്ടപ്പോഴത്തേക്കും ഞാൻ അങ്ങനെ വിചാരിച്ചത്. പക്ഷെ അതല്ല, അതും ഇതും എന്തായാലും ഒരു പ്രാവശ്യം എന്തുകൊണ്ടും കാണേണ്ട ഒരു സിനിമയും തന്നെയാണ്. രാഷ്ട്രീയം വെച്ചിട്ട് പലരും തേജോവധം ചെയ്യുകയും അല്ലെങ്കിൽ പുള്ളിയെ ഭയങ്കരമായിട്ട് ഇത് ചെയ്യുകയും ചെയ്യുന്നുണ്ടെങ്കിൽ പോലും പുള്ളി അഭിനയിച്ചൊരു മൂവി എന്നുള്ള രീതിയിൽ അതിനെ മാറ്റി നിർത്തി. ഇപ്പോൾ ഈ കോൺട്രവേഴ്സ് ആയ സമയത്തൊക്കെ ഞാനിങ്ങനെ പല കമൻസൊക്കെ കാണുമ്പോൾ ചോദിക്കുന്നത്, അങ്ങനെ നമ്മൾ നടനായിട്ട് മാത്രം കണ്ടാൽ മതി, വ്യക്തിയുമായിട്ടോ രാഷ്ട്രീയമായിട്ടോ അത് വേറെ മാറ്റി നിർത്തി നടനായിട്ട് മാത്രം കണ്ടു കഴിഞ്ഞാൽ. കാരണം കഥയും തിരക്കഥയും സംഭാഷണവും സംവിധാനവും നിർമ്മാണമൊക്കെ വേറെ ആൾക്കാരാണ്, അവരുടെയാണ് സിനിമ. ഏത് സിനിമയിലും നടൻ അതിന് ആ കഥയ്ക്ക് ജീവൻ നൽകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെ നമ്മൾ വെച്ച് നോക്കുകയാണെങ്കിൽ എന്തുകൊണ്ടും വേറെ രാഷ്ട്രീയപരമായിട്ടുള്ള ചേരിതിരിവോ അല്ലെങ്കിൽ ശത്രുതയെ വെച്ചിട്ട് ഈ സിനിമ അങ്ങനെ ഒഴിവാക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രത്യേകിച്ച് സ്ത്രീകളല്ല, ഇങ്ങനത്തെ കാര്യങ്ങൾ കാണേണ്ട ആണുങ്ങൾ തന്നെയാണ്. സ്ത്രീകളുടെ കാര്യം സ്ത്രീകൾ അറിഞ്ഞിട്ടല്ല കാര്യം, നമ്മളുടെ കൂടെ നിൽക്കുന്ന അല്ലെങ്കിൽ സമൂഹത്തിലെ ആണുങ്ങൾ അറിഞ്ഞിട്ടല്ലേ കാര്യമുള്ളൂ. വെറും ചുമ്മാതെയായിരുന്നു സത്യത്തിൽ. അത് ഞാൻ ഇങ്ങനെ ആലോചിച്ചു, എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്നുള്ളത് ഞങ്ങൾ ചിന്തിക്കായിരുന്നു. ഒരു കാര്യമില്ലായിരുന്നു. ആദ്യം ഞാൻ വിചാരിച്ചു നെഗറ്റീവ് പബ്ലിസിറ്റി ആണോ, അങ്ങനെ ഒരു ഇതാണോ എന്ന് വിചാരിച്ചു. പക്ഷെ വെറുതെ ആയിരുന്നു, ഒരു കാര്യമില്ലാത്ത അതിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. അതിന് വേണ്ടിയിട്ടാണ് മറ്റേ ദീപിക പദുക്കോണിൻ്റെ മറ്റേ ബിക്കിനിയുടെ കളറ് പോലെ ഇതൊക്കെ ഒരു കാര്യമില്ലാത്ത കാര്യം. അല്ലെങ്കിൽ ഇതിന് മുൻപേ എത്രയോ സിനിമകളിൽ ഈ പേര് യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇപ്പം നമ്മളുടെ മറ്റേ പുള്ളി പറഞ്ഞ കണക്ക് ഇനിയിപ്പോൾ സ്റ്റാർസിനൊക്കെ ആക്ടേഴ്സിനൊക്കെ ഇപ്പം നടിമാർക്ക് കഥാപാത്രത്തിന് 1, 2, 3 അല്ലെങ്കിൽ ABCD എന്നൊക്കെ ഇടേണ്ട അവസ്ഥ വരുമല്ലോ. അങ്ങനെയാണെങ്കിൽ അല്ല ആൽഫബറ്റൊക്കെ ഇടേണ്ട അവസ്ഥ വരുമല്ലോ. അതിനെയൊക്കെ ആ സിനിമ അവരുടെ ഒരു സ്വാതന്ത്ര്യത്തിന് ഹനിക്കുന്ന കാര്യങ്ങൾ, അങ്ങനെയൊക്കെ അത്ര എനിക്കുള്ളൂ. ഇനിയിപ്പോൾ ഇത് കണ്ടിട്ട് ഇനി എൻ്റെ മേലെ പൊങ്കാലിടാൻ വരും, എന്നാലും കുഴപ്പമൊന്നുമില്ല. കാരണം ഇപ്പം നമുക്കിപ്പോൾ എന്തെങ്കിലും അങ്ങനെ പറയാതിരിക്കാൻ കഴിയില്ലല്ലോ. നമുക്കൊരു അഭിപ്രായമല്ലേ, ആരെയും പേടിച്ചിട്ട് പറയാതിരിക്കാനൊന്നും കഴിയത്തില്ല. അങ്ങനെ